ഏതായാലും സർക്കാരുമായി നിരന്തരം കൊമ്പ് കോർത്തിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനു ശേഷം വരുന്ന ഗവർണർ ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുക എന്നുള്ളത് ഉറ്റു നോക്കുന്നു. വി അരുൺ ചേരുന്നു രാജ്ഭവനിൽ നിന്ന്. അരുൺ, പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തൊട്ട് മന്ത്രിമാർ തൊട്ട് ജനപ്രതിനിധികൾ വലിയ ഒരു നിര തന്നെ ക്ഷണിതാക്കളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു. സത്യവാചകം ചൊല്ലിക്കൊടുത്ത രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറാകുമ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സമീപനമാണ് ഉണ്ടാകുക എന്നുകൂടിയാകും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുക. വി അരുൺ. അപർണ, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ഗവർണറെ അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പത്നിക്കും പൂച്ചെണ്ട് നൽകുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിമിഷമായി ഇതിനെ കാരണം സാധാരണഗതിയിൽ കേരളത്തിലെ ഗവർണർമാരുടെ സത്യപ്രതിജ്ഞയൊക്കെ ഔദ്യോഗിക ചടങ്ങുകൾ മാത്രമാണെങ്കിൽ ഇനിയിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം അത് അങ്ങനെയല്ല. ഗവർണറും സംസ്ഥാന സർക്കാരുമായുള്ള ബന്ധമാകും പ്രധാനമായും ഈ സത്യപ്രതിജ്ഞ ചടങ്ങോടുകൂടി പിന്നീട് ചർച്ചയെ പോകുന്ന. കാരണം നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്ന ശേഷം വലിയ വിവാദമാണ്, രാഷ്ട്രീയ വിവാദമാണ്. ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ പുതിയ ഗവർണർക്ക് പൂച്ചെണ്ട് നൽകുകയാണ്. മന്ത്രിമാർ വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവുണ്ട് വി ശിവൻകുട്ടിയും റോഷി അഗസ്റ്റിനും പി രാജീവും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മുഹമ്മദ് റിയാസും അടക്കമുള്ള കെ എൻ ബാലഗോപാലും അടക്കമുള്ള സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കെ കൃഷ്ണൻകുട്ടിയുണ്ട്, വി ശിവൻകുട്ടി, ജി ആർ അനിൽ തുടങ്ങിയ മന്ത്രിമാരുമുണ്ട്. അതായത് സംസ്ഥാന മന്ത്രിസഭയിലെ വളരെ വലിയൊരു നിര ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗവർണറെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയതും അതുപോലെ തന്നെയാണ്. വലിയ സ്വീകരണം, ഹൃദ്യമായ സ്വീകരണം വിമാനത്താവളത്തിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകി. ഗവർണറും കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറഞ്ഞതും സർക്കാരുമായി ഏറ്റുമുട്ടുന്ന ശൈലിയുള്ള ആളല്ല, അതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ കൃത്യമായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് വിശ്വസിച്ചപ്പോൾ ആർലേക്കർ പറഞ്ഞത്, ഞാൻ സർക്കാരിനെ ഗൈഡ് ചെയ്യാനല്ല, ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിലേക്ക് നയിക്കാനോ ഉള്ള ആളല്ല, സർക്കാരിനെ സഹായിക്കുകയാണ് തന്റെ ഗവർണറുടെ ചുമതലയെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സർക്കാരിന് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു പ്രസ്താവനയാണ്. പ്രത്യേകിച്ചും കേരളത്തിലേക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം അത്തരം നിലപാട്. ഇപ്പോൾ CV ആനന്ദബോസ് ബംഗാൾ ഗവർണർ പുതിയ ഗവർണർക്ക് അനുമോദനം അർപ്പിക്കുകയാണ്. അദ്ദേഹവും ഈ ചടങ്ങിൽ എത്തിയിരുന്നു. വലിയ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിര ഇവിടെ എത്തിയിട്ടുണ്ട്. BJP നേതാവ് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമുണ്ട്. കോൺഗ്രസിനെ പ്രദാനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ റോൾ, പുതിയ ഗവർണറുടെ ആർലേക്കറുടെ റോൾ എന്താണ്? അദ്ദേഹം ഇന്നലെ പറഞ്ഞതുപോലെ സർക്കാരിനെ സഹായിക്കാൻ മാത്രമാണോ അദ്ദേഹം ചുമതല മാത്രമാണോ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ നേതൃത്വം ചെയ്തതുപോലെ, ആരിഫ് ഖാൻ ചെയ്തതുപോലെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഓരോ പ്രവർത്തനം നിരീക്ഷിക്കുകയും അവിടെ പരസ്യമായ അഭിപ്രായപ്രകടനം നടത്തുകയും ചെയ്യുന്ന നിലപാടിലേക്ക് പുതിയ ഗവർണർ മാറുമോ എന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വളരെ നിർണായകമായി മാറാൻ പോകുന്നത് തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളയാളാണ് പുതിയ ഗവർണർ. അദ്ദേഹം RSSലൂടെ BJPയിലൂടെ വന്നയാളാണ്. ആ ഒരു നേതാവ് ഏത് നിലപാട് സ്വീകരിക്കും ഇവിടെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേരള ഗവർണറുടെ ആദ്യ നിലപാട് പ്രഖ്യാപനമായി മാറാൻ പോകുന്നത് സർക്കാരിന്റെ ഈ വർഷം നയപ്രഖ്യാപനമാണ്. ഈ ജനുവരി 17 സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് അത് തുടങ്ങേണ്ടത്. സ്വാഭാവികമായും നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ ഏറ്റവും അധികം തവണ മുൾമുനയിൽ നിർത്തിയത്, സർക്കാരിനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചത് നയപ്രഖ്യാപന പ്രസംഗത്തെ ചൊല്ലിയാണ്. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ അദ്ദേഹം എത്തില്ലെന്ന സൂചന പോലും ഒരിക്കൽ പലതവണ ഗവർണർ നൽകിയിരുന്നു. പുതിയ ഗവർണർ ഇക്കാര്യങ്ങളിലെ കേന്ദ്ര നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. സംസ്ഥാന ഉദ്യോഗ ശ്രേണിയിലെ പ്രധാനികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഭാര്യ കമലയ്ക്കൊപ്പമാണ്, കുടുംബസമേതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയത്. ഇപ്പോൾ വി മുരളീധരൻ BJP നേതാവ് ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ, അദ്ദേഹത്തെ അനുമോദിക്കാൻ സ്റ്റേജിലേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റേജിൽ തുടരുന്നു. നമുക്കറിയാം, ഒരു ചായ സത്കാരത്തിൽ പോലും പങ്കെടുക്കാതെ, പരസ്പരം കണ്ടാൽ മുഖത്തോട് മുഖം നോക്കാതെ മുഖം തിരിച്ചുപോയ മുഖ്യമന്ത്രിയും ഗവർണറും സംസ്ഥാനത്തുണ്ടായിരുന്നത് ഇപ്പോൾ വളരെ ഊഷ്മളമായി ഇതിന്റെ എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു പിണറായി വിജയൻ ഗവർണറുമായുള്ള ബന്ധം. പിന്നീട് ആ ബന്ധം അങ്ങേയറ്റം വഷളാവുകയായിരുന്നു. രാജ്ഭവനിൽ മന്ത്രിമാരുടെ KB ഗണേഷ് കുമാറൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ചടങ്ങിൽ ഇതിന് പുറത്തുള്ള വേദി സ്റ്റേജ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ സ്റ്റേജിൽ മുഖാമുഖം നോക്കാൻ തയ്യാറാകാതെ ഗവർണറുടെ ചായസ്കാരം ബഹിഷ്കരിച്ചു പോയ മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കണ്ടത്. അത്രയധികം ഈ ഗവർണർ സർക്കാർ ബന്ധം മോശമായ കാലയളവായിരുന്നു അത്. ഇപ്പോൾ പുതിയ ഗവർണർ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി സർക്കാർ കാണുന്നു. കാരണം അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചു
പ്രഖ്യാപിച്ചാണ് ഇവിടേക്ക് വരുന്നത്. സർക്കാരുമായി മുട്ടാനല്ല, സർക്കാരിനെ നയിക്കാനോ ഉപദേശിക്കാനോ അല്ല, സർക്കാരെ സഹായിക്കാനാണ് താൻ വരുന്നതെന്ന് വ്യക്തമാക്കുന്ന ഗവർണറാണ്. സർക്കാരിന് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഏതായാലും ഏത് തരത്തിലാണ് പുതിയ ഗവർണർ അതാണ് അരുൺ, ആ തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന് ശേഷം കൂടിയാണ് ആർലേക്കർ കേരളത്തിൽ എത്തുന്നെങ്കിൽ പോലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിന്നീട് ജനതാദളിലേക്കും BJP-യിലേക്കും ഒക്കെ പോയ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ തരത്തിൽ ഒരു തുറന്ന പോരിന് സർക്കാരുമായി തുറന്ന പോരാണ് സൃഷ്ടിച്ചതെങ്കിൽ കറ കളഞ്ഞ RSSകാരൻ, BJP-യുടെ ഗോവയുടെ മുഖമായിരുന്ന ഒരാൾ, 2014 ഗോവയുടെ മുഖ്യമന്ത്രിയായി പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളായിട്ടുള്ള ആർലേക്കർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളത് വീണ്ടും ചുഴിഞ്ഞു നോക്കേണ്ട ആവശ്യം പോലുമില്ല. അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാടുള്ള ഒരാൾ കൃത്യമായി വരുമ്പോൾ BJP-യുടെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പദവികളെല്ലാം വഹിച്ചിട്ടുള്ള ഒരാൾ, RSS നേതൃത്വവുമായി ഇപ്പോഴും അത്ര വലിയ ബന്ധം സൂക്ഷിക്കുന്ന ആർലേക്കർ വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ BJP നേതാക്കൾ എല്ലാവരും തന്നെ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായിട്ടും എത്തിയിരിക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. ഇനി ഒന്നുകിൽ തുറന്ന പോര്, അതല്ലെങ്കിൽ ഒരു ധാരണ എന്നുള്ള ആരോപണം, അതേതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ കടന്നു പോകേണ്ടതായി വരും രാഷ്ട്രീയപരമായിട്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും അതിൽ വ്യത്യാസമുള്ളത് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ, അദ്ദേഹം തികഞ്ഞ RSS പശ്ചാത്തലമുള്ളയാളാണ്. പക്ഷേ അദ്ദേഹം ആ രീതിയിൽ RSSമായുള്ള അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള RSSനോടുള്ള അനുഭാവം ഒന്നും ആരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് അതിന്റെ കാര്യമില്ല. കാരണം അദ്ദേഹം ആ പശ്ചാത്തലമുള്ള ആൾ തന്നെ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ പൊതുവെ ഉയർത്തപ്പെടുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായി നിർവഹിക്കുന്നുവെന്ന് വ്യക്തമാക്കേണ്ട ഒരു ഉണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ഇങ്ങോട്ട് അയക്കുമ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്നയാളാണ്, പാലിക്കുന്നയാളാണെന്ന് കേന്ദ്ര സർക്കാരിനെയും അദ്ദേഹത്തെ അയച്ച VV അരുൺ വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു. രാജ്ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു.